ഹായ് ഗൈസ്, എൻ്റെ പേര് അനൂപ് ജോൺ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുന്നത് ബൈക്കിൻ്റെ ഒരു റിവ്യൂമായിട്ടാണ്. വേറൊരു ബൈക്കല്ല, 2003 നമ്മളെ ഹരം കൊള്ളിച്ച ഹീറോ ഹോണ്ട കരീസ്മ ആർ എന്ന ബൈക്കിൻ്റെ റിവ്യൂമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ 2003 നമ്മൾ ഈ ഹീറോ ഹോണ്ട കരീസ്മ ആർ എന്ന ബൈക്കിൻ്റെ ജനനം. 2003 ഹീറോയ്ക്ക്, അതായത് 223 cc എൻജിൻ ആ ടൈമിലുണ്ടായിരുന്ന ഹീറോ ഹോണ്ടയ്ക്ക് മാത്രമായിരുന്നു. ഒരു സ്പോർട്സ് സെഗ്മെൻറ്റ് വാഹനം, അതായത് എല്ലാവരുടെയും ഒരു സ്വപ്ന വാഹനമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കരീസ്മ ഉള്ളവരൊന്നും കൊടുക്കാറില്ല. ഇപ്പോൾ ഞാൻ തന്നെയാണ് ഈ കരീസ്മ സ്വന്തമാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാഹനത്തോടുള്ള ഭ്രമം കൊണ്ട് മാത്രം. ഒരു യൂസ്ഡാണ് ഞാൻ സ്വന്തമാക്കിയത്. 40,000 കിലോമീറ്റർ ഓടിയ ഒരു ഹീറോ ഹോണ്ട അല്ല, എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഹീറോ കരീസ്മ ആണ്. ശരിക്കും പറഞ്ഞാൽ ഹീറോ ഹോണ്ട സെയിം എഞ്ചിൻ തന്നെയാണ് അന്നിറങ്ങിയത്. ഇത് കഴിഞ്ഞിട്ടുള്ള വേർഷനാണ് ഹീറോയുടെ സെയിം, അതായത് സ്വന്തമായിട്ടുള്ള എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് ഹീറോ ഹോണ്ട തന്നെ എഞ്ചിനായിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ നമുക്ക് ഇപ്പോൾ റിവ്യൂയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് തന്നെ വ്യൂ നമുക്ക് മനസ്സിലാകും. ഭയങ്കര ഒരു എന്താ പറയുക, മാസ്കുലാർ ലുക്കിലാണ് വണ്ടി എത്തിയിരിക്കുന്നത്. അതായത് ഒരു എയറോഡൈനാമിക് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്യുവൽ പാർക്ക് ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഹാലജൻ ഹെഡ് ലാംപ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു എയറോഡൈനാമിക് ഡിസൈനാണ് ഇതിൻ്റെ എന്താ പറയുക, വണ്ടിയുടെ ഒരു മുഖമുദ്ര. അതായത് പക്ക ഒരു എന്താ പറയുക, സ്പോർട്ടി ഫീൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു വലിയ വിൻഡ്ഷീൽഡാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡബിൾ സൈഡ് പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതായത് സാധാരണ വെഹിക്കിൾസിനൊക്കെ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിനോട് ചേർന്ന് തന്നെ ഈ ഒരു ക്രോസ് ഓവറിന് നമുക്ക് സൈഡിലേക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ പറഞ്ഞാൽ കിറ്റിനോട് ചേർന്ന്, അതായത് നമുക്ക് സൈഡ് വഴി ഒരു കിറ്റുണ്ട്, ആ കിറ്റിനോട് ചേർന്ന് തന്നെ ആയിട്ടാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫ്രണ്ട് നമുക്ക് വരുന്ന പറഞ്ഞാൽ സസ്പെൻഷൻ കാര്യങ്ങൾ വരുന്നത് നമുക്ക് അതുപോലെ തന്നെ നോർമൽ, അതായത് നമ്മുടെ ബൈക്കുകളിൽ കാണുന്ന സെയിം സസ്പെൻഷനാണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന പറഞ്ഞാൽ ഒരു 18 ഇഞ്ച് വീൽ സൈസുള്ള അലോയും കൂടെയാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മഡ് ഗാർഡ് കാര്യങ്ങൾ എന്താ പറയുക, വളരെ സ്റ്റൈലിഷ് ആയിട്ട്, അതായത് ബോഡി കളേർഡ് മഡ് ഗാർഡും കാര്യങ്ങളും തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂവിൽ എത്തിയിരിക്കുന്നത്. നമ്മളിനിയിപ്പം ഇതിൻ്റെ സൈഡ് വ്യൂവിലേക്ക് പോകുമ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സൈഡ് വഴി നോക്കി കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്നാ പറയുക, എയർ വെൻസ് ഒത്തിരി ഉണ്ട്. നമുക്കത് തന്നെ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ എയർ വെൻസിനൊരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടികൾക്ക് കുതിച്ച്, അതായത് മുന്നോട്ട് വായു തടസ്സമില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ എയർ വെൻസിൻ്റെ പ്രത്യേകത. അത് സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് കരീസ്മയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയോടുകൂടിയാണ് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്കൊരു സൈഡ് റിഫ്ലക്ടറും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഈ സൈഡ് റിഫ്ലക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡിൽ നിന്നുള്ള, അതായത് ഒരു സൈഡിൽ നമുക്ക് വേറെ ലൈറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എതിരെ ഒരു സൈഡിൽ നിന്ന് ഒരു വാഹനം വരുവാണെങ്കിൽ ഡിഫ്ലക്ഷൻ കൊണ്ട് നമുക്ക് എത്രയും പിടിയെന്ന് ഈ പറയുന്ന എന്താ പറയുക, ആ വാഹനത്തെ മനസ്സിലാക്കാനും സേഫ്റ്റി ആയിട്ട് നമുക്ക് മുൻപോട്ട് പോകാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന് ക്രാഷ് ഗാർഡ്, ഇതാണ് ഇതിൻ്റെ ക്രാഷ് ഗാർഡ്. അതായത് ഇവിടെ നോക്കിയാൽ മതി, അതായത് ഒരു വണ്ടിക്ക് ക്രാഷ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രൂപകൽപ്പന ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പറഞ്ഞില്ല, ഒരു കവറിങ്ങോടുകൂടി പ്രീമിയം സ്പോർട്സ് എന്നൊക്കെ സ്റ്റിക്കറിങ് ഒക്കെ ചെയ്ത് പക്കാ സ്പോർട്ടി ആയിട്ടാണ് അവർ ക്രാഷ് ഗാർഡ് ചെയ്തിരിക്കുന്നത്. എന്ത് മനോഹരമാണ്. അതായത് നമുക്ക് വേറെ ഒന്നുമല്ല, ഈ പറയുന്ന ഒരു ക്രാഷ് ഗാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ തള്ളി ചെയ്യുന്ന ആ കൂടെ മൊത്തം ഒരു സുഖമില്ലാത്ത രീതിയിലൊക്കെ ആയി പോകുന്ന ക്രാഷ് ഗാർഡ് പോലെയായിരിക്കും ചില വണ്ടികൾ. പക്ഷേ ഇതെങ്ങനെയല്ല, ഇത് വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രീമിയം സ്പോർട്സിനുള്ള സ്റ്റിക്കറിങ്ങും ഒക്കെ വന്ന് പക്കയായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന പറഞ്ഞാൽ 223 cc എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 19.2 bhp കരുത്തും 10.42 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അതുകൂടാതെ തന്നെ ഇതിന് 45 km/ലിറ്റർ മൈലേജും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിൽ ഇവിടെ തന്നെ നമുക്ക് നോക്കാം. കരീസ്മ ആറിൻ്റെ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു 6 എന്ന് പറഞ്ഞ ഒരു ലൈനിങ് വളരെ അടിപൊളി പക്ക എന്ന് പറയാം.
പക്കായിട്ട് ടാങ്ക് നിറഞ്ഞ രീതിയിൽ നിൽക്കുന്നതാണ് ഇത് ചെയ്തിരിക്കുന്നത്. 15 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി പറയുന്നത്. 1.5 ലിറ്റർ റിസർവും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മീറ്റർ കൺസോളിലേക്ക് ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് ഒന്ന് ഇത് ആ ഒരു ടൈമിൽ എനിക്ക് ഇറങ്ങിയിരിക്കുന്ന ഡിജിറ്റൽ കൺസോളുകൾ ഉള്ള ഒരു വാഹനം കരീസ്മ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. 2003 ഇറങ്ങിയിരിക്കുന്ന ആ സെയിം തന്നെ ഡിസൈൻ തന്നെ യെല്ലോ കളറിലെ ഔട്ട്ലൈനിങ്ങോട് കൂടി നമുക്കൊരു കരീസ്മ ഡിജിറ്റൽ അനലോഗ് മിക്സർ ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. അതായത് നമുക്ക് ഇതിനകത്ത് ടൈം കിട്ടും, അതുപോലെ തന്നെ ടോട്ടൽ കിലോമീറ്റർ, ട്രിപ്പ്, ഫ്യൂൽ ഗേജിൻ്റെ ഇത് എല്ലാ ഐറ്റംസ് ഇതിൽ കാണും. നമുക്ക് RPM മീറ്ററും കിലോമീറ്റർ റീഡിങ് മാത്രമേ ഉള്ളൂ മാനുവലായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുമ്പോൾ ഇതിനകത്ത് എന്താ പറയുക, സ്വിച്ചസ് ഒത്തിരി ഒന്നുമില്ല, കൺഫ്യൂസർ ആയിട്ടുള്ള സ്വിച്ചസ് ഒന്നുമില്ല. പാർക്ക് ലൈറ്റിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് സ്വിച്ച്, അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച്, അതുപോലെ തന്നെ ഹോണ്, ഇൻഡിക്കേറ്റർ, ഡിമ്മ്, ബ്രൈറ്റ്, പാസ് ലൈറ്റ്, ചോക്ക്, ഇത്രയും സ്വിച്ച് അസംബ്ലിയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഹാൻഡിൽ ബാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൈഡിലേക്ക് ഇരിക്കുന്നു ആ സൈഡിലേക്ക് എന്നുള്ള രീതിയിൽ ഹെഡ് ഓട്ടോമാറ്റിക്കായിട്ട്, വൈസർ ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡിലെ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇത്. ഇതിനങ്ങനെയല്ല. ഇതിൻ്റെ ഒരു സ്പോർട്ടേജ് ലുക്കിൻ്റെ ഞാൻ പറഞ്ഞത് ഈ സൈഡ് വഴിയുള്ള ഈ വിൻഡ് ഷീൽഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് നേരെ ഒരു എന്നാ പറയുക സ്ട്രെയിറ്റ് വേ തന്നെയായിട്ടാണ് പോകുന്നത്. വണ്ടി തിരിയുന്നതിനൊപ്പം അതിൻ്റെ ഹെഡ് തിരിയത്തില്ല, തിരിഞ്ഞ് വന്നാൽ മാത്രമേ ഉള്ളൂ ഹെഡ്ലൈറ്റ് തിരിഞ്ഞ് വരത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ വാഹനത്തിന്. പിന്നെ അതുപോലെ തന്നെ സ്പോർട്സ് സെഗ്മെൻറ്റ് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഓർക്കുന്ന പറഞ്ഞാൽ ബാക്കിലൊരു സീറ്റിൻ്റെ ഹൈറ്റ്, ഇത് വലിയൊരു ഹൈറ്റായിട്ടൊന്നുമില്ല, നോർമൽ ഹൈറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് ഇതിൽ കാണാനായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ സൈഡിലത്തെ കൗളുകളിലാണെങ്കിലും കരീസ്മ എന്നുള്ളൊരു എഴുത്ത്, പക്ക ഒരു സ്പോർട്ടി ഫീലോടുകൂടി കരീസ്മ എന്നുള്ള എഴുത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സൈലൻസർ വരുന്നത്. സ്പോർട്ടി വാഹനങ്ങളിൽ ഇപ്പം കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് സൈലൻസറാണ് വരുന്നത്. ഇതിനകത്ത് വരുമ്പം എന്താ പറയുക, സ്പോർട്ടി ആയിട്ടുള്ള രീതിയിലൊരു പക്ക സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലുള്ള സൈലൻസറാണ് വരുന്നത്. വേറെ ഇത്രയും വർഷം, അതായത് 2013 വണ്ടിയാണിത്. ഈ 13 വണ്ടി 7 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇത്രയും നല്ല ഫിനിഷോടുകൂടി തന്നെ ഈ വണ്ടി ഇരിപ്പുണ്ട്. ബാക്കും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ബ്രേക്ക് സിസ്റ്റം വരുന്നത് അന്ന് ഡിസ്ക് ബ്രേക്ക് ഇല്ലായിരുന്നു, ഇപ്പം വരുന്ന പറഞ്ഞാൽ ഡിസ്കോട് കൂടിയാണ്. ഇത് ബാക്കിൽ ഡ്രം ബ്രേക്കോട് കൂടിയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഡ്യുവൽ ടെയിൽ ലാമ്പാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം. അതായത് നമുക്കിതിനകത്ത് വരുന്ന പറഞ്ഞാൽ പാർക്ക് ലൈറ്റ് ഉണ്ട്, ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് സിസ്റ്റത്തിനനുസരിച്ച് നമുക്കിതിൻ്റെ ബ്രേക്ക് ലൈറ്റുകളും വർക്ക് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇൻഡിക്കേറ്റേഴ്സ് നോർമൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ അതിൽ എക്സ്ട്രാ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ സസ്പെൻഷനും ഈ പറയുന്ന രീതിയിൽ ഹീറോയുടെ തന്നെ CBS, ഹങ്ക് ആ മോഡലുകളിൽ കാണുന്ന തന്നെ സസ്പെൻഷനാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിനി ഒന്ന് എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കാരണം ഇതിൻ്റെ സൗണ്ട് ഒരു വൈബ്രേഷനോടുകൂടി ഒരു സൗണ്ട്, ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളെ ഒരു എന്താ പറയുക ഒരു കാളെടുക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്. ആ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു സിസ്റ്റം കാര്യങ്ങൾ. നമ്മൾ ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാനായിട്ട് വന്നപ്പം തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിച്ചെന്ന് പറഞ്ഞാൽ 2003 കരീസ്മ ലോഞ്ച് ചെയ്തപ്പോൾ ഒരു പരസ്യം ഇറങ്ങിയായിരുന്നു. അതും ഋതിക് റോഷൻ്റെ അന്ന് നമ്മുടെ എന്താ പറയുക ഏകദേശം ഡൂമൊക്കെ ഇറങ്ങിയ സമയത്തും കാര്യങ്ങളൊക്കെയാണ് ഋതിക് റോഷൻ്റെ ഒരു പരസ്യം ഇറങ്ങിയായിരുന്നു. അന്നത്തെ ആ സ്റ്റണ്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ബൈക്കിനൊന്നും ഒരു ബൈക്കിനും ആ ഒരു ഫീൽ കിട്ടിയിട്ടില്ല. അന്നത്തെ ആ ഒരു എന്താ ഇപ്പോഴും ആ കരീസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിലും നമ്മുടെ വണ്ടി പ്രാന്തന്മാരെന്ന് പറയുമ്പോൾ ഗ്രൂപ്പിൽ ചുമ്മാ ഒരു കമ്പാരിസൺ ഉണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിരുന്നത് കരീസ്മറിന് തന്നെയാണ് വോട്ടിങ് കിട്ടിയത്. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക, ഇപ്പോഴും അതായത് വണ്ടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇല്ല. 2014 ഹീറോ ഇറക്കി ഫ്ലോപ്പ് ആയിപ്പോയോടുകൂടി വണ്ടി ഇപ്പം ഈ ഡിസൈനിൽ വരുന്നേ ഇല്ല. ആ കൂടെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഉള്ള കരീസ്മ, അതായത് പഴയ നമ്മുടെ കയ്യിലിരിക്കുന്ന കരീസ്മ തന്നെ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. കാരണം അതുപോലെ ഭയങ്കര ഫീലാണ് വണ്ടി. അതാണ് ഏറ്റവും വലിയത്. അതായത് ഇതിനോട് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയി വെഹിക്കിളിനോട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിതിനെ കൊണ്ടുപോയി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി അന്വേഷിച്ച് നടന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വണ്ടി കിട്ടിയത്. കാരണം നമ്മൾ കരീസ്മ പലതും കണ്ടിട്ടുണ്ട്, ചിലതൊക്കെ ഒത്തിരി ഇതാണ് റാഷ് ഡ്രൈവ് ഒക്കെ ചെയ്ത് മൊത്തത്തിൽ പോയിരിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, എനിക്ക് വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ടു, അപ്പം തന്നെ ഞാൻ എടുത്തു, കണ്ടു ഇഷ്ടപ്പെട്ടു, ഞാൻ ഇങ്ങനെ എടുത്തു. ആ രീതിയിലായിരുന്നു സംഭവം വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം എന്തായാലും വണ്ടി ഇപ്പം എൻ്റെ കിട്ടിയിട്ട് ഒരു 1300 കിലോമീറ്റർ ഇപ്പോൾ ഓടി കഴിഞ്ഞിട്ടാണ്. വണ്ടി കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂസ് ഒരു 160 കിലോമീറ്റർ ഓടിച്ചു, നോ പ്രോബ്ലം. എന്തായാലും ഞാൻ വളരെ വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്.
അല്ലെങ്കിലും ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ വാഹനം ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്വന്തമായിട്ട് വാങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ വാങ്ങാനായിട്ട് പറ്റി. എന്തായാലും ഈ ഒരു വണ്ടി ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം എന്താ പറയുക, വണ്ടി പൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ചൊരു ഏകദേശം എന്താ പറയുക, ഇപ്പോഴത്തെ തലമുറയിലുള്ള പിള്ളേർക്ക് ഇതിനെക്കുറിച്ചുള്ള വലിയ ഡീറ്റെയിൽ ഇല്ല കരിസ്മാനൊക്കെ, അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്തത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും താങ്ക് യു.